ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. യോഗത്തിന് ശേഷം ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗവും കൊച്ചിയിൽ ചേരും. കെ. സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മുൻ കേന്ദ്രമന്ത്രിമാരായ വി. മുരളീധരനും രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം പ്രധാന അജണ്ട, ഒപ്പം തന്നെ സംസ്ഥാന നേതൃയോഗം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നേതൃയോഗമാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോർ കമ്മിറ്റി യോഗം അവസാനിച്ച് തൊട്ട് പിന്നാലെ തന്നെ നേതൃയോഗവും ആരംഭിക്കും. നേതൃയോഗം ആരംഭിക്കുന്നതിനുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ, പി സി ജോർജ് അടക്കമുള്ള എം ടി രമേശ് അടക്കമുള്ള മറ്റ് ബി.ജെ.പി. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഈ പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിക്ക് വലിയ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞ കേരളത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ ഒരു വിജയ മുന്നേറ്റം എങ്ങനെ തുടരാനാകും? തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്യമായ ആസൂത്രണത്തോടുകൂടി ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം സാധ്യമാക്കാനുള്ള ജനകീയ പിന്തുണ കേരളത്തിൽ സാധ്യമായി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾ, ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടേതായ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനാവുക, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടപ്പാക്കാനാവുക തുടങ്ങിയ കാര്യങ്ങളും പാർട്ടിയുമായി ചർച്ച ചെയ്യും. തീരദേശ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ജോർജ് കുര്യന്റെ വകുപ്പ് തീരദേശവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തീരദേശ മേഖലയ്ക്ക് കൊടിയ അവഗണന കഴിഞ്ഞ നാളുകളായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നെല്ലാം ഇത്തരത്തിൽ തീരദേശ വിഭാഗവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ പല പ്രശ്നങ്ങളും നേരിടുന്ന സാഹചര്യം. ഈ ഒരു കാര്യത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ കേന്ദ്ര മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ സാധ്യമാകും, എന്തൊക്കെ തരത്തിലുള്ള നേട്ടങ്ങൾ ഇക്കാര്യങ്ങളിലൊക്കെ ബി.ജെ.പിക്കും ഒപ്പം തന്നെ സാധാരണ ജനങ്ങൾക്കും അനുകൂലമായ രീതിയിൽ നടപ്പാക്കാനാകും തുടങ്ങിയ കാര്യങ്ങൾ കോർ കമ്മിറ്റി യോഗവും ഒപ്പം നേതൃയോഗവും ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ജനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഒരു ശക്തമായ പ്രതിപക്ഷ ആയിട്ട് തന്നെ ബി.ജെ.പിക്ക് കേരളത്തിൽ അണിനിരക്കാനുള്ള സാധ്യതകളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.